ഹായ് ഗായ്സ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു റോസാപ്പൂവാണ് ചെയ്യുന്നത്. ഈ റോസാപ്പൂവ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു വൈറ്റ് A4 ഷീറ്റ് എടുത്തതിന് ശേഷം അതിൽ റൗണ്ട് വരച്ചിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇപ്പോൾ ഒരു റൗണ്ട് ചെയ്യുന്നത് മാത്രമാണ് കാണിക്കുന്നത്. പിന്നെ കുറേ റൗണ്ടുകൾ നമുക്ക് ചെയ്യാനുണ്ട്. എന്നിട്ട് നമ്മളൊരു കപ്പിൽ വെള്ളം എടുത്തതിന് ശേഷം അതിൽ ഞാൻ മജന്ത കളറാണ് ഒഴിക്കുന്നത്. കാരണം എൻ്റെ കയ്യിൽ പിങ്ക് കളർ ഉണ്ടായിരുന്നില്ല. അത് കാരണം പിങ്ക് പോലെ തോന്നിക്കുന്ന ഈ ഒരു മജന്ത കളറാണ് ഞാൻ എടുക്കുന്നത്. ഇത് ഫാബ്രിക് പെയിൻ്റാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ കളറും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അത് നമ്മൾക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷെയ്ഡ് ലൈറ്റായിട്ട് നമുക്ക് തോന്നും കേട്ടോ. അതാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പേപ്പർ എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ഈ ഒരു നമ്മളുണ്ടാക്കി വെച്ച ആ വെള്ളം കലക്കി വെച്ച ആ വെള്ളം നമ്മുടെ ഈ പെറ്റലിന്മേ ഫുള്ളായിട്ട് തേച്ച് കൊടുക്കണം. അതിൽ ആ ഒരു ലൈറ്റ് പിങ്കിൻ്റെ ഷെയ്ഡ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം മജന്ത ഷെയ്ഡ് എടുത്തിട്ട് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് അവിടെ ഇവിടെയും കുത്തും കോമ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ബ്രഷ് കഴുകിയതിന് ശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലുക്ക് കിട്ടും കേട്ടോ. നമ്മളുണ്ടാക്കി നമുക്ക് എത്രയാണോ ആവശ്യം അത്ര പെറ്റൽമേ തന്നെ ചെയ്തുകൊണ്ടിരിക്കാം. പിന്നെ നമ്മളൊരു കപ്പ് എടുത്തതിന് ശേഷം പേപ്പർ കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കുടിക്കണ ഭാഗം കമഴ്ത്തി വെച്ചിട്ട് ബാക്കിലെ ഭാഗം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെന്നൊരു സൂത്രം കാണിക്കാൻ നോക്കിയതാണ്, പക്ഷെ നടന്നില്ല. അങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു പെറ്റൽസ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പെറ്റൽസാണ് ഇത്. ഇതിലൊരു 100-110 ഉണ്ടാകും. ഭയങ്കര ടഫാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു വട്ടം വെട്ടിയെടുത്ത് അതിൽ പെയിൻറ്റ് മുക്കി അടിച്ച് ഭയങ്കരമാണ്. പിന്നെ നമ്മളിങ്ങനെ ആ പേപ്പർ ഗ്ലാസിൻ്റെ മുറിച്ച് വെച്ച ആ ഭാഗത്ത് നമ്മളിങ്ങനെ പെറ്റൽസ് വെക്കണം. ഞാൻ ഫസ്റ്റത്തെ ലെയറിൽ 3 കേട്ടോ വെച്ചിട്ടുള്ളത്. എല്ലാ ലെയറിലും 3 വെക്കാൻ പറ്റുള്ളൂ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ 3 വെച്ച് വരുമ്പോൾ നല്ലതാകും. പിന്നെ ഈ ഫസ്റ്റ് ലെയറിൽ നമ്മൾ പശ തേക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഗ്ലാസ്സുമായിട്ട് ഒട്ടിപ്പിടിക്കും. നമ്മൾ ഈ സെക്കൻഡ് ലെയർ ചെയ്യാൻ പോകുമ്പോൾ ഇത് ഒട്ടിക്കണം. പശ തേച്ചിട്ട് വേണം ഒട്ടിക്കാൻ, അല്ലെങ്കിൽ അത് വിട്ട് പോരും. അത് കാരണം പശ നിർബന്ധമായിട്ടുള്ളൊരു സാധനമാണ്. പിന്നെ നമ്മൾ ആ പേപ്പർ എടുത്തിട്ട് ഒന്നും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണ്. അത് നമ്മൾ ലെയർ ചെയ്തതുപോലെ തന്നെ ആ ഒരു ഓർഡറിൽ പെറ്റൽസ് ഇങ്ങനെ തെറ്റിച്ച് വെക്കാം. അപ്പോൾ നല്ല അടിപൊളിയായി കേട്ടോ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പാടുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ നല്ല രസമൊക്കെ തോന്നുന്ന നല്ല രസമാണ് ഇത് ചെയ്യാൻ. ഇങ്ങനെ പെറ്റൽസൊക്കെ തെറ്റിച്ച് പിന്നെ അതിൻ്റെ ഫൈനൽ ലുക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു ആകാംക്ഷ ഉണ്ടാവും. പിന്നെ നമ്മൾ ഇപ്പോൾ ഫൈനലല്ല, കുറച്ച് ഏതാണ്ടൊരു ഫൈനൽ ലെയർ എന്നൊക്കെ പറയാം. എന്നാലും ഇതിന് മുകളിൽ നമ്മൾ കുറച്ചും കൂടി ഇതാക്കണം. അതിൻ്റെ ആ റൗണ്ടിലുള്ള ആ ഒരു കാണാൻ പറ്റുന്ന ടേബിൾ കാണാൻ പറ്റുന്ന ആ സംഭവം വരെ മാച്ചല്ല ഒട്ടിച്ച് കളയണം. ഇപ്പോൾ ഞാൻ തേച്ചതിൽ പശ ഇത്തിരി കുറവായത് കാരണം ഞാൻ വീണ്ടും പശ ഒട്ടിച്ചാണ് ഒട്ടിച്ചത്. ഇതാണ് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ലെയർ. ഇതാണ് കുറച്ചും കൂടി പെറ്റൽസ് നമുക്ക് ഇതും ഒട്ടിക്കാൻ. ഞാനൊരു 3 പെറ്റൽസ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ കമഴ്ത്തി വെച്ചിട്ട് ആ റോസാപ്പൂവിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, നല്ല റോസാപ്പൂവിൻ്റെ മുട്ട് പോലെ ഇരിക്കുന്നുണ്ട്. അത് ചെയ്തത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് കണ്ടില്ലേ, നല്ല ലെയറായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ, ബൈ.